മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നദാ നസീം. Momentum Media proudly presents Qatar Canvas. Worldwide door-to-door services, air cargo and sea cargo, airport to airport, port to port. 44878 www.goodwillcargoqatar.com. In association with Isuzu Qatar and Christian SV. ഏവർക്കും ഖത്തർ ദേശീയ ദിനാശംസകൾ. മൊമെന്റം മീഡിയ അവതരിപ്പിക്കുന്ന ഖത്തർ ക്യാൻവാസിൽ പോയ വാരത്തെ വിശേഷങ്ങളുമായി ഖത്തർ പൾസ്. ദേശീയ ദിനാഘോഷ ലഹരിയിൽ ഖത്തർ. പൈതൃകവും സാംസ്കാരിക തനിമയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഖത്തറിന്റെ ദേശീയ ദിനാഘോഷം. രാജ്യത്തെ പ്രധാന ദേശീയ ദിനാഘോഷ വേദിയായ ഉംസലാലിലെ ദർബൽ സായിൽ ഡിസംബർ 10 മുതൽ തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചു. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ രാജ്യത്തിന്റെ തനത് സംസ്കാരം എടുത്തുകാട്ടുന്ന പരമ്പരാഗത കാഴ്ചകളാണ് സന്ദർശകർക്ക് സമ്മാനിച്ചത്. സ്വദേശികൾക്കും പ്രവാസികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ആസ്വദിക്കാനും പങ്കെടുക്കാനും കഴിയുന്ന തരത്തിലാണ് വിവിധ വിഭാഗങ്ങളിലായി പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിനോദ പരിപാടികൾ, കുട്ടികൾക്കായുള്ള മത്സരങ്ങൾ, ഫുഡ് കോർട്ട് തുടങ്ങിയവയൊക്കെ ആസ്വദിക്കാനായി ദിവസേന ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. രാജ്യത്തെ പ്രധാന വിനോദ കേന്ദ്രങ്ങളായ ഖത്താര, ലുസൈൽ ബോളിവാർഡ്, വിവിധ മാളുകൾ എന്നിവിടങ്ങളിലൊക്കെ വിവിധ പരിപാടികൾ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അരങ്ങേറി. അതേസമയം വാഹനങ്ങളിൽ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അലങ്കരിക്കാനുള്ള അനുമതി ഈ മാസം 21 വരെ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വാഹനങ്ങളുടെ അലങ്കാരം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ച് ദേശീയ ദിനാഘോഷങ്ങളിലെ ഒരു പ്രധാന ആഘോഷ രീതിയാണ്. ഖത്തറിലെ പ്രമുഖ ബിസിനസ് സ്ഥാപനമായ മവാസിം ബിസിനസ് ഗ്രൂപ്പ് 15ാം വാർഷിക പരിപാടികൾ കെങ്കേമമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. വാർഷികത്തോടൊപ്പം ഗ്രൂപ്പ് MD ഡോക്ടർ ഷഫീഖ് കോടങ്ങാട് രചിച്ച ബിസിനസ് രസതന്ത്രം എന്ന പുസ്തക പ്രകാശന കർമ്മവും നിർവഹിക്കപ്പെടുകയാണ്. ഡിസംബർ അവസാന വാരത്തിൽ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങ് ഇന്ത്യൻ എംബസി പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നേതാക്കൾ, പ്രമുഖ വ്യവസായ വാണിജ്യ രംഗങ്ങളിലെ പ്രമുഖർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നതാണ്. പ്രസ്തുത പരിപാടിയിൽ 2024 വർഷത്തെ മവാസിം ബിസിനസ് എക്സലൻസി അവാർഡുകൾ ബിസിനസ്, സാമൂഹിക സേവനം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, വിദ്യാഭ്യാസ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും നൽകുമെന്നും പ്രഖ്യാപിച്ചു. ഖത്തറിൽ അൽമവാസിം ബിസിനസ് ഗ്രൂപ്പിന്റേതായി PRO സർവീസസ്, കമ്പനി ഫോർമേഷൻ, ലീഗൽ ഡോക്യുമെന്റേഷൻ എന്നീ മേഖലകളിൽ ദോഹ, വക്ര, അസീസിയ, മൈദർ എന്നീ സ്ഥലങ്ങളിലായി 5ഓളം ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. അൽ മവാസിം ട്രാൻസ്ലേഷൻ ആൻഡ് സർവീസസ്, ലീഗൽ ഫോർ ട്രാൻസ്ലേഷൻ എന്നിവയോടൊപ്പം അൽ മവാസിം ലോണ്ടറി, മവാസിം ടൈലറിംഗ്, മെക്കിൻ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ്, CKS ലിമോസിൻ ഗ്രൂപ്പ്, ഫലാഫിൽ അൽഖോർ കഫ്റ്റീരിയ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഖത്തർ, UAE, ഈജിപ്ത്, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്നു. അതിനു പുറമെ GCC രാജ്യങ്ങളിലേക്ക് യോഗ്യരായ ജീവനക്കാരെ തയ്യാറാക്കുന്നതിനായി അൽമവാസിം അക്കാഡമി എന്ന പേരിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ കൊണ്ടോട്ടി, തിരൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും ബ്രിട്ടീഷ് മൗണ്ട് ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ ഹൈദരാബാദിൽ സ്കൂളും പ്രവർത്തിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ മവാസിം ജനറൽ മാനേജർ അബ്ദുൽ ഹമീദ് ഹുദവി, അഡ്വക്കേറ്റ് ജാഫർ ഖാൻ, മവാസിം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ അബ്ദുസമദ് ഹൈദരാബാദ്, ഷുഹൈബ് വാഫി ഒവറംപുറം, MD ഷഫീഖ് ഹുദവി കോടങ്ങാട് എന്നിവർ പങ്കെടുത്തു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് യാത്രക്കാർക്ക് ഇളവുമായി ഖത്തർ എയർവേസ്. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി എക്കണോമിക് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റിന്റെ അടിസ്ഥാന വിലയുടെ 30%, ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് 20%വുമാണ് ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ 18 വരെ ബുക്ക് ചെയ്തവർക്കാണ് പ്രത്യേക ഓഫർ ലഭിച്ചത്. ദേശീയ ദിന ഓഫറിന്റെ ഭാഗമായി ടിക്കറ്റ് ബുക്ക് ചെയ്തവർ 2024 ഡിസംബർ 26നും 2025 മെയ് 31നും ഇടയിൽ യാത്ര ചെയ്യണം. ഓഫറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഖത്തർ എയർവേസിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സൂഖ് വാക്കിഫിനെ കളറാക്കി 5ാമത് പുഷ്പമേള. 5ാമത് പുഷ്പമേളയ്ക്കാണ് സൂഖ് വാക്കിഫ് സാക്ഷ്യം വഹിച്ചത്. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന് കീഴിൽ ഖത്തറിലെ 24 ഫാമുകളിൽ നിന്നും നഴ്സറികളിൽ നിന്നും വ്യത്യസ്ത ഇനം പൂക്കൾ, പഴം, പച്ചക്കറി തൈകൾ, അലങ്കാര സസ്യങ്ങൾ, മരങ്ങൾ തുടങ്ങിയവ പ്രദർശനത്തിനെത്തി. പൂന്തോട്ടവും റോഡ് വാട്ടർഫാൾസും ഉൾപ്പെടെ മനോഹരമായി തന്നെ സജ്ജീകരിച്ചിരുന്നു. പൂച്ചെടികൾ, വിവിധ പഴവർഗ്ഗങ്ങളുടെ തൈകൾ, പച്ചക്കറി വിത്തുകൾ, ചെടികൾ, അലങ്കാര ചെടികൾ എന്നിവയും മേളയിൽ ലഭ്യമായിരുന്നു.
രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നഴ്സറികൾ ഒരു കുടക്കീഴിലെത്തിച്ച് വിപണി കണ്ടെത്താൻ ഈ മേളയ്ക്ക് കഴിഞ്ഞെന്ന് എക്സിബിഷൻ ജനറൽ സൂപ്പർവൈസർ മുഹമ്മദ് അൽസാലിം പറഞ്ഞു. ഫാമുകൾ, നഴ്സറികൾ, കമ്പനികൾ എന്നിവയുൾപ്പെടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക സ്ഥാപനങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടിയാണ് പൂക്കളുടെ പ്ലാന്റിംഗ് സീസണോടനുബന്ധിച്ച് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചു വരുന്നത്. അറേബ്യൻ മണ്ണിൽ കാൽപന്ത് കളി ആവേശം നിലയ്ക്കുന്നില്ല. ഖത്തറിൽ നടക്കുന്ന അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. അടുത്ത വർഷം നവംബർ 5 മുതൽ 27 വരെയാണ് ടൂർണമെന്റ് നടക്കുക. ഫിഫ കൗൺസിൽ തീരുമാനം പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2025 മുതൽ 29 വരെയുള്ള 5 അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് ഖത്തറിൽ വെച്ച് നടക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ 2 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന കൗമാര കാൽപന്ത് മാമാങ്കം ആദ്യമായാണ് വാർഷിക ടൂർണമെന്റ് ആക്കിയത്. 48 രാജ്യങ്ങളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കാനായി ഖത്തറിലേക്ക് എത്തുക. ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ലോകകപ്പ് ഒരുക്കിയ മേന്മയുമായാണ് ഖത്തർ കൗമാര ലോകകപ്പിന് ഒരുങ്ങുന്നത്. 2022 ലോകത്തിന് വിരുന്നൊരുക്കിയ 8 സ്റ്റേഡിയങ്ങൾ അനുബന്ധ സൗകര്യങ്ങളും ഇതിനായി ഉപയോഗപ്പെടുത്തും. ഇന്ത്യ കോണ്ടിനെന്റൽ കലാശ പോരാട്ടത്തിന്റെയും അയൽരാജ്യമായ സൗദിയെ 2034 ലോകകപ്പിന്റെ വേദിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന്റെയും ആവേശത്തിനൊപ്പമാണ് ഈ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്. ലൂയി ഗാർഷ്യ ഖത്തറിന്റെ പുതിയ പരിശീലകൻ. ഖത്തർ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി സ്പാനിഷുകാരൻ ലൂയി ഗാർഷ്യയെ നിയമിച്ചു. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിക്കൊടുത്ത മാർക്കസ് ലോപ്പസിനെ ഒഴിവാക്കിയാണ് സഹപരിശീലകനായിരുന്ന ലൂയി ഗാർഷ്യയെ പുതിയ കോച്ചായി പ്രഖ്യാപിച്ചത്. എസ്പാന്യോൾ ബാഴ്സലോണ ടീമിനെ നയിച്ച പരിചയ സമ്പത്തുമായാണ് 43-കാരനായ ലൂയിസ് ഗാർഷ്യ അൽ അനാബിയെ പരിശീലിപ്പിക്കാൻ എത്തുന്നത്. 26ാമത് ഗൾഫ് കപ്പ് ചാമ്പ്യൻഷിപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെയാണ് ഗാർഷ്യ ഖത്തർ ടീമിന്റെ മുഖ്യ പരിശീലകനായി എത്തുന്നത്. ലാലിഗയിൽ 9 സീസണുകളിലായി 329 മത്സരങ്ങളിൽ ബൂട്ട് കെട്ടുകയും 73 ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ഖത്തറിന്റെ അടുത്ത വർഷത്തേക്കുള്ള പൊതു ബജറ്റിനുള്ള അംഗീകാരം നൽകി ഖത്തർ അമീർ. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള പൊതു ബജറ്റിന് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി അംഗീകാരം നൽകി. 2024 20-ാം നമ്പർ ഉത്തരവിലൂടെയാണ് ബജറ്റിന് അംഗീകാരം നൽകിയതായി അമീർ വ്യക്തമാക്കിയത്. 2025 സാമ്പത്തിക വർഷത്തേക്കുള്ള ഖത്തറിന്റെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന മൊത്തം വരുമാനം 197 ബില്യൺ റിയാലാണെന്ന് ധനമന്ത്രി അലി ബിൻ ഹമദ് അൽ ഖുവാരി അറിയിച്ചു. ഇത് മുൻ വർഷത്തെ മൊത്തം ബജറ്റ് വരുമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2.5% കുറവാണ്. സാമ്പത്തിക നേട്ടം വർദ്ധിപ്പിക്കാനും ചെലവുകളുടെ സ്ഥിരത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ബാരലിന് $60 എന്ന ശരാശരി എണ്ണവില സ്വീകരിച്ചാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 15ാമത് കിഫ് സൂപ്പർ കപ്പ് 2024 KMCC മലപ്പുറം ജേതാക്കൾ. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിച്ച 15ാമത് അന്തർജില്ലാ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിൽ KMCC മലപ്പുറം എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തൃശൂർ ജില്ലാ സൗഹൃദ വേദിയെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി. 2 മാസത്തോളം നീണ്ടുനിന്ന ടൂർണമെന്റിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരെ നിഷ്പ്രഭരാക്കിയാണ് KMCC മലപ്പുറം ചാമ്പ്യൻസ് ആയത്. ശക്തമായ ആക്രമണ പ്രത്യാക്രമണ ശൈലി പുറത്തെടുത്ത ഇരു ടീമുകളും ഫൈനലിൽ മികച്ച രീതിയിൽ പോരാടിയെങ്കിലും മലപ്പുറത്തിന്റെ മുന്നേറ്റ നിരയെ പിടിച്ചുകെട്ടാൻ തൃശൂരിന്റെ പ്രതിരോധ നിരക്കായില്ല. മലപ്പുറത്തിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തിന്റെ തനിമ അതേപടി ഫൈനലിൽ പുറത്തെടുത്ത മുൻകാല ചാമ്പ്യന്മാർക്ക് ഇത്തവണ നേടാനായത് ഏറ്റവും വലിയ വിജയമാണ്. കേരളത്തിലെ 14 ജില്ലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ ടീമുകൾക്കായി ISL, KSL, സന്തോഷ് ട്രോഫി കളിക്കാരടക്കമുള്ള വമ്പൻ താരങ്ങളാണ് കളത്തിലിറങ്ങിയത്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ശ്രീ വിപുൽ, ഖത്തർ 2022 ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡർ ഖാനിം അൽ മുഫ്ത, ഖത്തറിലെ വിവിധ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ അപെക്സ് ബോഡി നേതാക്കൾ, ബിസിനസ് പ്രമുഖർ തുടങ്ങി നിരവധി വിശിഷ്ട വ്യക്തികൾ പങ്കെടുത്തു. കിഫ് പ്രസിഡന്റും ടൂർണമെന്റ് ടൈറ്റിൽ സ്പോൺസർ സിറ്റി എക്സ്ചേഞ്ച് CEOയുമായ ഷറഫ് ഹമീദ്, കിഫ് എക്സിക്യൂട്ടീവ് ഭാരവാഹികൾ, വെസ്റ്റേൺ യൂണിയൻ കൺട്രി മാനേജർ റിച്ചാർഡ് വിൻസൺ തുടങ്ങിയവർ വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. ഫൈസൽ റാസിയുടെയും ഷിഖയുടെയും മ്യൂസിക് ബാൻഡ്, മറ്റ് വിവിധ കലാപ്രകടനങ്ങൾ അടക്കം അരങ്ങേറിയ ഖത്തർ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ 15,000-ഓളം ഫുട്ബോൾ പ്രേമികൾ കളി കാണാനെത്തി. ക്യാമ്പസ് ലീഗ് ഖത്തർ ഫുട്ബോളിന് ഉജ്ജ്വല പരിസമാപ്തി. മുക്കം MAMA കോളേജ് ഖത്തർ അലുമിനി ജേതാക്കൾ. മുക്കം MAMA കോളേജ് അലുമിനി ഖത്തർ ചാപ്റ്റർ സംഘടിപ്പിച്ച പ്രഥമ ക്യാമ്പസ് ലീഗ് ഫുട്ബോളിൽ ആതിഥേയർക്ക് കിരീടം. കൊണ്ടോട്ടി EMEA കോളേജിനെ ഏകപക്ഷീയമായി 1 ഗോളിനാണ് ആതിഥേയരായ മുക്കം MAMA ഖത്തർ അലുമിനി പരാജയപ്പെടുത്തിയത്.
ഖത്തറിലെ 12 കോളേജ് അലുമിനിയുടെ മികച്ച ടീമുകൾ തമ്മിൽ മാറ്റുരച്ച മേള നാട്ടിലെ സെവൻസ് ഫുട്ബോൾ ആവേശത്തിന്റെ പുനരാവിഷ്കാരം കൂടിയായി മാറി. മേളയിലെ വിജയികൾക്ക് ഖത്തർ സ്റ്റാർസ് ലീഗിന്റെ കമ്മ്യൂണിറ്റി റിലേഷൻ തലവൻ നാസർ മുബാറക് അൽ ഖുവാരി ട്രോഫികൾ സമ്മാനിച്ചു. ഇന്ത്യൻ സ്പോർട്സ് സെന്റർ പ്രസിഡന്റ് EP അബ്ദുറഹ്മാൻ, സംഘാടക സമിതി ചെയർമാൻ അഷ്റഫ് ബ്രില്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡോക്ടേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമായി അന്താരാഷ്ട്ര ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 2 ദിവസങ്ങളിലായി മെസൈദ്, ദോഹ യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ഗ്രൗണ്ടുകളിലായി നടന്ന ടൂർണമെന്റിൽ 8 ടീമുകൾ മാറ്റുരച്ചു. ഡോക്ടർമാരും ദന്ത ഡോക്ടർമാരും ഖത്തറിൽ ജോലി ചെയ്യുന്ന മറ്റു അനുബന്ധ ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്ന 4 ടീമുകൾ ഖത്തറിൽ നിന്നും ബാക്കി ടീമുകൾ മറ്റു GCC രാജ്യങ്ങളിൽ നിന്നും പങ്കെടുത്തു. ഫൈനലിൽ IDC ഖത്തറിനെ പരാജയപ്പെടുത്തി ചെന്നൈ ജേതാക്കളായി. ഫൈനൽ മത്സരങ്ങൾക്കു ശേഷം ടൂർണമെന്റിൽ പങ്കെടുത്തവർക്കായി അത്താഴ വിരുന്ന് സംഘടിപ്പിച്ചു. IBBC പ്രസിഡന്റ് താഹ മുഹമ്മദ്, QCA സ്പോർട്സ് ഡയറക്ടർ ക്രിസ്റ്റഫർ രാജ എന്നിവർ ജേതാക്കൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു. IDC പ്രസിഡന്റ് ഡോക്ടർ സൈബു, ഡോക്ടർ മക്തൂം, ഡോക്ടർ റിനി, ഡോക്ടർ അൻവർ തുടങ്ങിയവർ സംബന്ധിച്ചു. Momentum Media proudly presents Qatar Canvas. Hi, this is Goodwill Cargo. How can I help you, sir? Worldwide door-to-door services, air cargo and sea cargo, airport to airport, port to port, US, Europe, Canada, Australia, New Zealand, Far East, Middle East and Africa, Asia. Relocation services, domestic and international, packing and transportation. Call 33774702 4487848 www.goodwillcargoqatar.com. In association with Isuzu Qatar and Christian SVP.